എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. പത്രവായനയിലൂടെ ഇംഗ്ലീഷ് എളുപ്പത്തിൽ മനസ്സിലാക്കാം എന്നതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലെ വാർത്തകൾ വായിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് വാർത്തയിലേക്ക് പോവാം. ആദ്യത്തെ ന്യൂസ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പറിലെ ന്യൂസാണ്. ഡിസംബർ 15, 2025 മൺഡേ. ഫസ്റ്റ് ന്യൂസിൻ്റെ എന്താണെന്ന് പറഞ്ഞിട്ട് 12 ഡെഡ് ആസ് ഗൺമെൻ ഫയർ ഓൺ ജൂയിഷ് ഇവൻ്റ് ഇൻ സിഡ്നി. തോക്കുധാരികൾ വെടിവെച്ചതിനെ തുടർന്ന് 12 ആളുകൾ സിഡ്നിയിൽ മരണപ്പെട്ടു എന്ന് പറയുന്നത് ജൂയിഷ് ഇവൻ്റ് എന്നാണ്. അത് ഒരു ജൂയിഷ് ഇവൻ്റ് നടക്കുകയായിരുന്നു അവിടെ സിഡ്നിയിൽ. അതിനിടയിലേക്ക് തോക്കുധാരികൾ ഫയർ ചെയ്തിട്ട് 12 ആൾക്കാർ മരണപ്പെട്ടു എന്ന് പറയുന്നു. അതിൽ 1 സസ്പെക്ട് കില്ഡ്, അത് ഒരു കുറ്റവാളി എന്ന സംശയിക്കപ്പെടുന്ന ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അനദർ ക്രിട്ടിക്കലി ഇഞ്ചുർഡ്, മറ്റൊരാൾ അത്യാസന്ന നിലയിലാണ്. 29 വൂണ്ടഡ് ഹോസ്പിറ്റലൈസ്ഡ്. 29 ആൾക്കാർ പരിക്ക് പറ്റിയ, വൂണ്ടഡ് പരിക്ക് പറ്റിയ, മുറിവ് പറ്റിയ ആൾക്കാരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ PM ആന്റണി അൽബനീസ് കണ്ടംന് ടാർഗറ്റഡ് അറ്റാക്ക്. അപ്പോൾ അതുപോലെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ഈ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. ടാർഗറ്റ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേക വിഭാഗത്തിന് ലക്ഷ്യം വെച്ചിട്ടുള്ള ആക്രമണത്തിനാണ് ടാർഗറ്റഡ് അറ്റാക്ക് എന്ന് പറയുന്നത്. ടാർഗറ്റ് ലക്ഷ്യം തന്നെ ആക്രമണം. നെതന്യാഹു കുറ്റപ്പെടുത്തി. നെതന്യാഹു പറഞ്ഞിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ ഓഫ് ഹാവിങ് ഫ്യൂവൽഡ് ആൻറ്റി സെമിറ്റിസം, അതായത് ജൂതന്മാർക്ക് എതിരെയുള്ള ആക്രമണങ്ങൾക്ക് പ്രേരണ നൽകുന്നുണ്ട് എന്ന് പറഞ്ഞാണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഇത് പറയുന്നത്. ഹാവിങ് ഫ്യൂവൽഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേരണ നൽകുക. ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണല്ലോ, ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ, അതായത് പെട്രോൾ, ഡീസൽ അങ്ങനെ പോലത്തെ. ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹാവിങ് ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പ്രചോദനം നൽകുക എന്നുള്ള അർത്ഥത്തിൽ, പ്രേരണ നൽകുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. പിന്നെ ഇനി വാർത്തയിലേക്ക് പോവാം. അറ്റ്ലീസ്റ്റ് 12 people were killed and almost 30 wounded. ഏറ്റവും കുറഞ്ഞത് 12 ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 30 ആൾക്കാരോളം ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. വെൻ ഗൺമെൻ ഫയർഡ് ഓൺ എ ജൂയിഷ് ഹോളിഡേ ഇവൻ്റ്. എപ്പോഴാണ് പറ്റിയത്? ഒരു തോക്കുധാരി ജൂതമതക്കാരുടെ അവധി ദിവസത്തിലെ ഒരു പരിപാടിയിലേക്ക് ഫയർ ചെയ്തപ്പോൾ, വെടിവെച്ചപ്പോൾ, അത് എവിടെയെന്ന് പറഞ്ഞാൽ സിഡ്നീസ് ബോണ്ടി ബീച്ചിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഓൺ സൺഡേ ഞായറാഴ്ച നടക്കുന്ന ഒരു പരിപാടിയാണ്. അതിലേക്കാണ് ഗവൺമെൻ ഫയർ ചെയ്തിട്ട് എത്ര ആൾക്കാർ മരിച്ച്. അതിന് ഇൻ വാട്ട് ഓസ്ട്രേലിയൻ പോലീസ് ആൻഡ് ഒഫീഷ്യൽസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ടെററിസ്റ്റ് അറ്റാക്ക്. അപ്പോൾ ഓസ്ട്രേലിയൻ അധികാരികളും പോലീസും പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ടെററിസ്റ്റ് അറ്റാക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഡിസ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവരിക്കുന്നത്, പറയുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അടുത്ത പാരഗ്രാഫ്. 1 സസ്പെക്റ്റഡ് ഗൺമെൻ, ഒരു സംശയിക്കപ്പെടുന്ന തോക്കുധാരി വാസ് കിൽഡ്, കൊല്ലപ്പെട്ടു. ആൻഡ് അനദർ വാസ് ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ, മറ്റൊരാൾ പിന്നെ അത്യാസന്ന നിലയിലാണ്. ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് കമ്മീഷണർ മാൽ ലെയോൺ ടോൾഡ്. പിന്നെ ഈ ന്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ വളരെ സ്ലോയിൽ ചെറിയ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കുക. 1 സസ്പെക്റ്റഡ് പറഞ്ഞിട്ട് സംശയിക്കപ്പെടുന്ന ഗൺമാൻ തോക്കുധാരി വാസ് കിൽഡ്, കൊല്ലപ്പെട്ടു. ആൻഡ് അനദർ വാസ് ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ, ഒരാൾ അത്യാസന്ന നിലയിലാണ്. ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് കമ്മീഷണർ, സൗത്ത് വെയിൽസ് എന്ന അവിടെ സ്ഥലമാണ്,
അത് പോലീസ് കമ്മീഷണർ മാൽ ലാനിയോൺ, കമ്മീഷണർ പേരാണ് മാൽ ലാനിയോൺ, ടോൾഡ് എ പ്രസ് കോൺഫറൻസ്, ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞതാണ് കേട്ടോ, ഒരു മാധ്യമങ്ങളുടെ മീറ്റിങ്ങിൽ പറഞ്ഞതാണ്. അറ്റ്ലീസ്റ്റ് 29 പീപ്പിൾ ഇഞ്ചേർഡ്, ഏറ്റവും ചുരുങ്ങിയത് 29 ആൾക്കാർ കൊല്ലപ്പെട്ടു, പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് 2 പോലീസ് ഓഫീസേഴ്സ്. അതിൽ 2 പോലീസ് ഓഫീസേഴ്സും ഉൾപ്പെടുന്നുണ്ട്. വേർ ടേക്കൺ ടു ഹോസ്പിറ്റൽ. അങ്ങനെ അവരെ ഈ പരിക്ക് പറ്റിയ 29 ആൾക്കാർ, അതിൽ 2 പോലീസ് ഓഫീസേഴ്സും ഉണ്ട്, അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഫീസെറ്റ്. ഇതോടുകൂടി ഇന്നത്തെ വായന അവസാനിപ്പിക്കാം. നാളെ പുതിയ വാർത്തയുമായി കാണാം. എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കുക. ബൈ.